അവർക്ക് കിട്ടിയത്. സന്തോഷം രതിചേച്ചിയുടെ ഈ സത്യസന്ധതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. 2 മാസം മുൻപാണ് മലപ്പുറം വെട്ടത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗമായ രതിക്ക് വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യ ചാക്കുകളിലെ ഒരു ചാക്കിൽ നിന്ന് 10,000 രൂപയടങ്ങിയ ഒരു പണപ്പൊതി ലഭിക്കുന്നത്. ഉടൻ തന്നെ അവർ കെയർടേക്കർ സുലേഖയെ വിവരമറിയിക്കുകയും പണം കൈമാറുകയും ചെയ്തു. വിവരം പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചു. ഒരു ചാക്ക് പൊട്ടിയപ്പോഴേ അതിന് ഒരു ഗുളിക കവർ, അപ്പം ഞാൻ ആ അതിൻ്റെ ഉള്ളത്തെ കവർ മാറ്റിയിട്ട് ഇത് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാശ ചാടിയത്. അപ്പം ഞാൻ വിറച്ചു. അപ്പോൾ ഞാൻ എടുത്ത ഒരു ഒപ്പുള്ള ചേച്ചിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി എന്നിട്ട് കെയർടേക്കറെ ഏൽപ്പിച്ചു. കെയർടേക്കർ ആ ചാക്ക് പൊട്ടിയപ്പോൾ അതിൽ കുറേ നമ്പറൊക്കെ കിട്ടി. അങ്ങനെ അത് അതിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ആളെ കിട്ടിയത്. എനിക്ക് എന്തായാലും എൻ്റെ എന്തെങ്കിലും സാധനം പോലെ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പം അതേമാതിരി ആയിരിക്കുമല്ലോ അവർക്കൊന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒരേ കൈമാറി കൊടുത്തു. 2 മാസമൊക്കെ ആയി തോന്നുന്നു. തുടർന്ന് ഉടമയെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. ഒടുവിൽ വെട്ടത്തൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ ഉസ്മാൻ എന്നയാളുടെ പണമാണ് നഷ്ടമായത് എന്ന് കണ്ടെത്തി. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ തുക ഉടമയ്ക്ക് കൈമാറി. ഏതായാലും രതിചേച്ചിയുടെ സത്യസന്ധതയ്ക്ക് കൊടുക്കാം നമുക്കൊരു ബിഗ് സല്യൂട്ട്. സ്ഥിതി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ലഭിച്ച ഭീമമായ സംഖ്യ ഇവിടെ ലഭിക്കുകയുണ്ടായി. അത് നമ്മുടെ ഹരിതകർമ്മസേനയിലെ രതി എന്ന് പറയപ്പെടുന്ന സഹോദരി അതിന്റെ കെയർടേക്കറായ സുലൈഖായ വശം ഏൽപ്പിക്കുകയും അത് പഞ്ചായത്തിൽ അറിയിക്കുകയും ചെയ്തതിന് ഫലമായി ഇത് ആട് വീട് നിന്നാണ് നഷ്ടപ്പെട്ടിരിക്കണോ എന്നുള്ള സമഗ്രമായ ഒരു അന്വേഷണത്തിന്റെ പാതയിൽ അതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തുകയും ആ ഉടമ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ സാഹിബ് എന്ന് പറയപ്പെട്ട വ്യക്തിയാണ്. എത്രയാണ് സംഖ്യ എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. കാരണം ഇത് ആരോ പിന്നെ വീട്ടിലൊരാൾ ഇത് നിക്ഷേപിച്ച് പോയതാണ് മനസ്സിലാക്കുന്നു. ഒരു 10,000 രൂപയാണ് ഇവിടെ നഷ്ടപ്പെട്ട ആ വ്യക്തി വീട്ടിൽ നിന്നും നമുക്ക് ലഭിച്ചത്. അത് ഇന്നിവിടെ കൈമാറുകയാണ്. ഇത് വലിയൊരു മെസ്സേജാണ്. നമ്മൾ വീടുകളിലെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി 50 രൂപയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു ഗതികേട് നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടാവാറുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിവെക്കപ്പെടാമായിരുന്നു. പക്ഷേ അവരുടെ സത്യസന്ധത അവർക്ക് മാത്രമല്ല, വെട്ടത്തൂർ പഞ്ചായത്തിനും അതിലുപരി വെട്ടത്തൂർ പഞ്ചായത്തിലെ മൊത്തം നിവാസികൾക്കും ഇതൊരു തിലകക്കുറി ആയിക്കൊണ്ട് നിലനിൽക്കും എന്നുള്ള ആ സന്തോഷവാർത്ത അറിയിക്കുന്നു. വീണ്ടും വെട്ടത്തൂർ പഞ്ചായത്തിന്റെ യശസ് ഉയർത്തുന്നതിനും ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരുടെ ആ സത്യസന്ധത പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനും ഇതേപോലെയുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഭീമമായ സംഖ്യ 10,000 രൂപ ബഹുമാനപ്പെട്ട ആ വീടിന്റെ ഉടമയായിട്ടുള്ള എല്ലാവരെയും ശമ്പളപ്രകാരം ഇവിടെ കൈമാറണം.